ടീം കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്, വെൽക്കം ടു സെല്ലുലോയിഡ്. കേരളത്തിലെ ഭയങ്കര ഒരു വളരെ സീരിയസ് ആയ ഒരു പ്രമേയത്തെ ആസ്പദമാക്കിയിട്ടുള്ള, ഒരു കൊലപാതകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്. അതിന്റെ കാസ്റ്റാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളൊരു ചെറിയ ചർച്ച അതിന്റെ എന്താ പറയുക, പ്രൊഡ്യൂസർ ആൻഡ് ദ ഡയറക്ടറായിട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും. ഇന്ന് നമ്മൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വിപുലമായ കാസ്റ്റ് ഉള്ള ഒരു മൂവിയാണ്. ഞാൻ നേരത്തെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യമാണ്, എൻ്റെ താരജാടയുള്ള ഒരു കാസ്റ്റ് അല്ല, പക്ഷെ എല്ലാവരും വളരെ സ്പെസിഫിക്കലി പ്ലേസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും തന്നെ ഇൻഡസ്ട്രിയിൽ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള കാസ്റ്റുകളുണ്ട്. ഞാൻ ആദ്യത്തെ ചോദ്യം സിനിമയെ ആസ്പദമാക്കിയിട്ടല്ല, ചേച്ചിയുടെ അടുത്ത് ഞാനൊന്നും ചോദിച്ചോട്ടെ, എനിക്കും കൂടെ അന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് എത്ര നാളായി, 2 മാസം എന്തോ ആയിട്ടില്ലല്ലോ ചേച്ചിയുടെ ഒരു മൂവിയുടെ പ്രൊമോഷൻ ഞാൻ എടുത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ അടുത്ത ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടി ചേച്ചിയുടെ കൂടെ ഇരിക്കുന്നു. ഞാൻ അതിനുശേഷം ഇന്ന് വരുന്ന വഴി ഇന്നലെയും ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എടപ്പള്ളിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ചേച്ചിയുടെ വലിയൊരു ഫ്ലെക്സും സീരിയലിലെ മറ്റേ മുഖ്യ കഥാപാത്രമായിട്ട്. എങ്ങനെയാണ് ചേച്ചി ഇത്രയും ഒരു മെയിൻ സ്ട്രീമിൽ അതിങ്ങനെ ഫോക്കസ്ഡ് ആയിട്ട് ചേച്ചിയുടെ ഒരു എന്റെ സ്ഥാനം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത്? അതെനിക്കൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ ജോലി എന്താണ്? അല്ല, എന്റെ ജോലി അതൊക്കെ തന്നെ, നമ്മളെ ശേഖരിക്കാനാണ് ഇരിക്കുന്നത്. ഞാൻ വരണ വഴിക്ക് മമ്മൂക്കാന്റെ പോസ്റ്റർ ഉണ്ട്, ലാലേട്ടന്റെ പോസ്റ്റർ ഉണ്ട്, ഇവരുടെ ഒക്കെ പോസ്റ്റർ ഉണ്ട്. എന്റെ ഇരിക്കുമ്പോ മാത്രം എന്താ ഇത്ര അസൂയ? ഓ മൈ ഗോഡ്, ചേച്ചി കിടിലാണ്. അത് അടിപൊളി സ്റ്റേറ്റ്മെന്റ് ആയിക്കോട്ടെ. മമ്മൂട്ടി ചോദിക്കുന്നില്ലല്ലോ, എന്നെ മാത്രം ചോദിക്കും എന്താ ഇത്ര അസൂയ? ഇപ്പൊ പറയണം. എന്റെ ദൈവം, പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് പോയാൽ മതി. പറ്റാത്തോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായി എങ്ങനെ അത് പറ്റുന്നു എനിക്ക് മനസ്സിലായി. ഈ കഴിവ്, ഈ തന്റെ ഇടം, അത് തന്നെയാണ് അതിന്റെ കാരണം. സിനിമയിലേക്ക് വരാം, അതായിരിക്കും നല്ലത്. അജാസ്, ലൈക്ക് പുലിമുരുകൻ എന്നുള്ള സിനിമയില് അജാസിന്റെ ആ ഒരു സ്റ്റൈലും ബോഡി ലാംഗ്വേജും, ബോഡി അജാസിന്റെ ഒരു ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റി, ഒരു എന്താ പറയുക, സ്ട്രെങ്ത് ഏരിയ ആയിരിക്കും, ബിക്കോസ് യു ആർ എ ഡാൻസർ. അതുകൊണ്ട് അത്രയും എന്താ പറയാ കഴിവുള്ള ഒരാള് പിന്നെ ഒരു വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്കിലാണ്. എന്തായിരുന്നു ആ ബ്രേക്കിന്റെ കാരണം? എന്താണ് ഈ സിനിമയില് വാട്ട് മേഡ് യു ഡ്രിവ് ടു ദിസ് മൂവി? അത് കഴിഞ്ഞ് പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കാണ് ഇതിലേക്ക് പ്രസാദ് സാർ വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റോറി നമ്മള് പല സ്ഥലത്തും കേട്ടിട്ടുണ്ടായിരിക്കും, ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചൂസ് ചെയ്തത്. ഓ, അപ്പം പഠനത്തിന്റെ സമയത്ത് വേറെ മൂവികൾ വേണ്ട നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. തുണ്ടില് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ് നിന്നപ്പോഴത്തേക്കാണ് ഈ രണ്ട് മൂവീസ് വന്നത്. ഓക്കെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 ആള്, ഇവിടെ വേറൊരാള് BDS കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മേജർ ഒരു ഷോയിൽ കൂടെ അല്ലേ ആദ്യം വന്നത്? ഡാൻസർ ആയിരുന്നു. സീരിയൽസിൽ നിന്നാണ് ഡാൻസിലേക്ക് വന്നത്. സീരിയൽസ് ചെയ്തോണ്ടിരുന്ന സമയമാണ് റിയാലിറ്റി ഷോ. ആദ്യം സീരിയലിലാണ് ആദ്യം എൻട്രി വന്നത്. സീരിയൽസ് ചെയ്തുകൊണ്ടിരുന്ന ടൈമിലാണ് റിയാലിറ്റി ഷോയും ചെയ്തത്. അതിലാണ് പ്രസാദ് സാറിനൊക്കെ അറിയാവുന്നത്. അതിനുശേഷം പഠിക്കാനായിട്ട് പോയി. അതിനുശേഷം കംപ്ലീറ്റ്ലി പോയി. ഇടയ്ക്ക് കോഴ്സ് വന്നാലും പഠിച്ചു കഴിഞ്ഞിട്ട് നോക്കാം എന്നുള്ള ഇതിലായിരുന്നു. പിന്നെ ഒരു കോളേജൊക്കെ അങ്ങ് കോഴിക്കോടായിരുന്നു. അപ്പൊ ട്രിവാൻഡ്രം കൊച്ചി ബേസ്ഡ് ആയിരിക്കുമല്ലോ, പിന്നെ ലീവ് ഒന്നും കിട്ടത്തില്ല, വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. അപ്പൊ കഴിഞ്ഞിട്ട് വരാം, ട്രൈ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് സാറിനെ വിളിച്ചു. അങ്ങനെ കുറച്ച് പരിചയമുള്ളവരൊക്കെ വിളിച്ചു. കോഴ്സൊക്കെ കഴിഞ്ഞായിരുന്നു എന്നുള്ള പറഞ്ഞപ്പോഴാണ് കറക്റ്റ് ടൈമാ വിളിച്ചത്. ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ പ്ലാൻ നടക്കുവാണ്, അപ്പോ കാസ്റ്റ് ചെയ്യാം, ഫോട്ടോസ് ഒക്കെ അയക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. എന്ത് തോന്നി ഇതില് ചെയ്തപ്പോഴത്തേക്കും? ഈ ഒബ്വിയസ്ലി ക്യാരക്ടർ അറിയാമായിരിക്കുമല്ലോ, ഭയങ്കര ഇന്റൻസ് ആയ ഒരു ക്യാരക്ടർ ആയിരിക്കും. ചെയ്യാൻ പോകുന്ന സാധനം, കഥാപാത്രം അതിന്റെ അകത്തേക്ക് ഇൻഡൾജ് ആവണം, അങ്ങനെയുള്ള പ്രോസസ്സിലൂടെ ഒക്കെ പോയോ? ഇപ്പൊ മെയിൻ ആയിട്ടും കുഞ്ഞിലാണല്ലോ അഭിനയിച്ചോണ്ടിരുന്നത്. അതില് നമുക്ക് കരച്ചില് കൂടുതലും കരയാനാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിലെ അഭിനയിക്കുമ്പോ. പിന്നെ സന്തോഷം, അങ്ങനത്തെ കുറച്ചൊക്കെ അല്ലേ ഉള്ളൂ. ഇതിലിപ്പോ മെയിൻ കൺസേൺ എന്തായിരുന്നു വെച്ചാല്, റൊമാൻസ് ചെയ്യേണ്ടി വരുമോ? അതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ, റൊമാൻസ് ചെയ്ത് ശീലമില്ല. അങ്ങനെ പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. സാറിനോട് ആദ്യം ചോദിച്ചു, സാർ റൊമാൻസ് ഒക്കെ ഉണ്ടാവും, കൊലപാതകമൊക്കെ ചെയ്ത് നല്ല ശീലമാണ്, അതുകൊണ്ടാണ് ഇതിനകത്ത് അപ്പൊ അതായിരുന്നു മെയിൻ ടെൻഷൻ, എന്താവും എങ്ങനെ ചെയ്യും എന്നൊക്കെ ഉള്ള. പക്ഷെ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ എന്നെ വിളിച്ച ടൈമില് അജാസ് ആണ് പേരായിട്ടുള്ളതെന്നൊന്നും അറിയില്ലായിരുന്നു. ആര് വരും എന്നുള്ള
ആരാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. അജാസ് പറഞ്ഞപ്പോ കുറച്ചുകൂടെ കുഞ്ഞിനെ അറിയുന്നതാണല്ലോ. പറയല്ലേ പറഞ്ഞോട്ടെ. അങ്ങനെ പിന്നെ സ്റ്റോറി കേട്ടപ്പോഴാണെങ്കിലും ഓക്കെ. പിന്നെ ഒത്തിരി ടൈപ്പ് ഓഫ് ഇത് ചെയ്യാനുണ്ടെന്ന് തോന്നി കേട്ടപ്പോഴേ. പിന്നെ എന്തായാലും നോക്കാം എന്നുള്ള. എങ്ങനെ തോന്നിട്ട് നിങ്ങളുടെ ആങ്സൈറ്റി അത് ഉണ്ടായിരുന്നു? നല്ല പോലെ ഉണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി ഒന്നും സംസാരിക്കില്ല, ഇൻവെർട്ടർ ആണ്, ഇൻട്രോവേർട്ട് ആണ്. അയ്യോ ഒന്നും സംസാരിക്കില്ല, അതേ പിടിച്ച് കുട്ടി നോക്കിക്കേ, സംസാരിക്കില്ല. 2-3 ദിവസം ക്യാരക്ടർ എന്താ രണ്ടുപേരും തമ്മില്? അമ്മയും മോനും ആയിരുന്നു സിനിമയില്. ഓക്കെ. ഷൂട്ട് തുടങ്ങി ഏതാണ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് 3 ദിവസം മിണ്ടത്തില്ലായിരുന്നു ആള്. അപ്പൊ ഞാൻ ഇവൻ എന്താ മിണ്ടാതിരിക്കുന്നത്? അപ്പം നേരെ ചെയ്യാനും പറ്റുന്നില്ലല്ലോ നമ്മള് കമ്പനി ആവാണ്ട്. പിന്നെ അവന് പിന്നെ ഒരു കംഫർട്ട് സോൺ ആയാലും മിണ്ടി തുടങ്ങും. എല്ലാം കൂട്ടി വാപ്പിച്ച് നല്ലപോലെ മിണ്ടുന്നു. എന്തുകൊണ്ടായിരുന്നു ക്യാരക്ടറിന്റെ ഒരു ഡെപ്തിന് വേണ്ടിയിട്ടാണോ അതോ നോവലി അങ്ങനെയാണ്? അവര് വന്ന് മിണ്ടോന്ന് വെച്ചായിരുന്നു, ഞാൻ ചെന്ന് മിണ്ടോന്ന് വെച്ചാൽ അവര് ഐസ് ബ്രേക്ക് ആവാൻ വേണ്ടിട്ട് എടുത്തൊരു സമയം. ഞാനെപ്പോഴും എന്നോട് മിണ്ടുമെന്ന് പറഞ്ഞിരിക്കും. ആരും മിണ്ടി എന്നിട്ട് അറിയില്ല, ഞാനായിരിക്കുള്ളൂ. സ്വാഭാവികം. ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു നാട്ടുകാരാണല്ലേ. എന്റെ വീട് അർത്തുങ്കലാണ്, ആലപ്പുഴക്കാരനാണെന്ന് പറഞ്ഞു. എന്താണ് കഥാപാത്രം സിനിമയിൽ? ആ നാടിന്റെ ഒറ്റ ഒരു കുഴപ്പം മാത്രമേ. എന്റെ ചാനലിനോട് വന്ന ഞാന് ഏത് പ്രസാദ് സാറാണ് എന്നെ വിളിക്കുന്നത്. കൊട്ടി സാറ് ഇതിന് നമ്മുടെ കഥാപാത്രം എഴുതി വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് നമ്മളൊരു കോമഡി സെക്ഷൻ ആണല്ലോ കൂടുതലുള്ളത്. അപ്പൊ അവിടെ ചെന്നപ്പം ക്യാരക്ടർ കേട്ടപ്പം എനിക്കൊരു കോമഡി ആയിട്ട് തോന്നിയില്ല. കാരണം ഗുണ്ടയായിട്ടാണ് ഞാൻ ഇതിനകത്തുള്ളത്. എല്ലാരും വിറപ്പിക്കുന്ന ഒരു ഗുണ്ട. എന്റെ ശിഷ്യനാണ് കോബ്ര രാജേഷ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ഗുരുവായിട്ട് അതിനകത്ത് ഇതാക്കാൻ പറ്റി. അബാ മോഹൻ സാറും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ മെയിൻ ഗുണ്ട, ഗുണ്ട ആണ് പുള്ളി. അപ്പം അങ്ങനെ ഒരു ഇതാണ്. ഞങ്ങള് സീരിയസ് ആയിട്ടാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ ജനങ്ങളത് കോമഡി ആയിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് അങ്ങനെ ഒരു രീതിയാണ്. അത്തരം കോമഡികൾ ചെയ്യാറുണ്ടായിരുന്നു? ലൈക്ക് സീരിയസ് ആയിട്ട് കോമഡി സമീപിക്കേണ്ട രീതിയിലുള്ള ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ കുട്ടിയും കോലും എന്ന് പറഞ്ഞ പടത്തിൽ ബക്രുബായി ഡയറക്ട് ചെയ്ത ഇതിനകത്ത് ഒരു ഗുണ്ടയായിട്ട് ചെയ്യാനായിട്ട് പറ്റിയായിരുന്നു. അതുകൊണ്ടാണ് സാറ് അങ്ങനെ ചെയ്തു. അത് ശരി. ഓക്കെ. ഒരാളെ കൊല്ലാൻ വേണ്ടി വലിയ വലിപ്പമൊന്നും വേണമെന്നില്ലല്ലോ. ഉറുമ്പ് വലിയ ആനയുടെ മോളിൽ കയറി ഒരു ഉറുമ്പ് എന്തൊക്കെ ആനയെ കടിച്ചു കൂട്ടുന്നത്. ആനക്ക് പിന്നെ സ്വസ്ഥമാണ്. വലിപ്പമൊന്നും ഒരു പ്രശ്നമൊന്നുമില്ല. ചേച്ചിനെ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് സമീപിക്കുന്നത്? പ്രസാദ് വിളിച്ചു. ഞാൻ പരിചയമുള്ളവരാണ്. പ്രസാദിനെ ഞാൻ വന്ന കാലം തൊട്ട് പരിചയമുള്ളതാ. അഭിനയിക്കാനടക്കം വന്ന സമയത്ത് പ്രസാദിന്റെ വൈഫ് ലക്ഷ്മി ഞാനും കൂടെ ഒരു സീരിയൽ ചെയ്യണ്ടായിരുന്നു. അന്ന് അതിന്റെ കൺട്രോളർ ആയിരുന്നു പ്രസാദ്. അന്ന് അവരെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവിടെ വെച്ച് ലൈൻ അടിച്ചാന്ന് തോന്നും, അറിയില്ല. ഇവര് കേൾക്കണ്ട, അതാണ് കേട്ടോളൂ, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ അന്ന് മുതലുള്ള അതിന്റെ കൺട്രോളർ ആയിരുന്നു പ്രസാദ്. അന്ന് മുതലുള്ള പരിചയം. ഞാൻ ട്രെയിലർ കണ്ട് ചേച്ചിയുടെ ഒരു ഫേസ് കട്ട് പോയത് ശരിക്കും ഉള്ളി തങ്ങി ചേച്ചി. ആണോ? കളഞ്ഞു വന്നിട്ടെടുത്ത്. എനിക്ക് ഇതുവരെ കളയാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ചേച്ചിയുടെ ഇളക്കം കണ്ടി ഇത് ഓവർ റൈഡ് ചെയ്തിട്ട് വേണം അത് മാറ്റി പോവാൻ. അങ്ങനെ ഒരു ഇരിപ്പായിരുന്നു ചേച്ചിയുടെ ഇരിപ്പ്. ഭയങ്കര ഇന്റൻസ് ആയ ഒരു ഇരിപ്പ്. ചേച്ചിക്ക് അത് നന്നായിട്ട് ചെയ്യാൻ അറിയാം. ചേച്ചി ആരും അങ്ങനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്തരം കാര്യങ്ങളൊക്കെ ചേച്ചിയുടെ കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിന്റെ കാസ്റ്റ് ആണ്. ഇങ്ങനെ ഒരു സിനിമ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു കഥ നിങ്ങൾ അതിന്റെ ഡെപ്തിലേക്ക് സഞ്ചരിക്കാനോ അതിനെപ്പറ്റി കൂടുതൽ അറിയാനോ എന്താണ് അതിന്റെ ഒരു ജേർണലിസം പോലെ അതിന്റെ പിന്നിലേക്ക് സഞ്ചരിക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അതോ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ക്രിപ്റ്റ് മാത്രം ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഡയറക്ടറിന്റെ ഒരു മോൾഡിങ്ങിനെ ഫോളോ ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു? എങ്ങനെയായിരുന്നു ഇത്? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി അല്ല, കാരണം സ്ക്രിപ്റ്റഡ് ആണല്ലോ. മാത്രമേ ഉള്ളൂ. ഓക്കെ. അജാസ് പുലിമുരുകനിലാണ്. ഇതിനു മുമ്പ് എനിക്കൊന്ന് മലയാളികളുടെ മുമ്പിൽ തറച്ചിരിക്കുന്നത് പുലിമുരുകനിലുള്ള അജാസിനെയാണ്. അതിനകത്തൊരു മാസായിട്ടുള്ള എൻട്രി ആയിരുന്നു. ഭയങ്കര മാസായിട്ട് ഗംഭീരമായിട്ട് ചെയ്തു പോയി. ഇപ്പോ ഇനി വരാൻ പോകുന്നത് ഒരുപാട് ലെയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇന്റൻസ് ആണ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്തു ആ സാധനം? ഇത് പുലിമുരുകനിലായാൽ തന്നെ അല്ലെങ്കിൽ ഇതിലായാൽ തന്നെ ഇതിന്റെ ക്രൂ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇതിന്റെ ഡയറക്ടറാണെങ്കിലും അതിന്റെ ഡയറക്ടറിലും നമുക്ക് ഒരു ഇൻപുട്ട് തരും. അപ്പൊ അത് നമ്മൾ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇതിനകത്താണെങ്കിൽ പറഞ്ഞ പോലെ ഒരു വയലൻസ് ഉണ്ട്, നമ്മള് കൊല്ലണം. മറ്റതിനകത്ത് ഞാൻ മനുഷ്യന്മാരെ കൊന്നിട്ടില്ല, അപ്പൊ ഇതിനകത്ത് മനുഷ്യന്മാരെ കൊല്ലണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതില് നമ്മള് കുറച്ച് ആലോചിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയാ ചെയ്യേണ്ട, ആ സമയത്ത് എന്ത് ഇമോഷൻ ആയിരിക്കും, അതൊക്കെ നമ്മള് ഡയറക്ടറായിട്ട് പ്രസാദ് സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓൺ സ്ക്രീനിൽ കൊണ്ടുവരാൻ നോക്കുന്നത്. ഈ വിഷയം എന്ന് പറയാൻ പറ്റില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് അമ്മ എന്ന് പറയുന്നത്. നമ്മൾ ന്യൂസിലൂടെ ആണെങ്കിലും അറിഞ്ഞ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ സ്ട്രോങ് ആയ ഒരു സ്ത്രീ കഥാപാത്രമായിരുന്നു. ഒരുപാട് കാര്യങ്ങളിലൂടെ അവർ കടന്നുപോയി. ഈ കഥാപാത്രമാണ് ചേച്ചി ചെയ്യുന്നത്. ചേച്ചിയാണ് അജാസിന്റെ അമ്മയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. എത്രത്തോളം ചേച്ചി ആ ക്യാരക്ടറുമായിട്ട് യഥാർത്ഥത്തിലുള്ള അമ്മയായിട്ട് സിമ്പത്തൈസ് ചെയ്തിരുന്നു ഈ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്കും? ഇപ്പൊ നമുക്ക് ഒരു ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോ കറക്റ്റ് അതിനകത്ത് എന്താ സംഭവിച്ചതെന്നുള്ളത്, റിയൽ കാര്യമാണ് പറഞ്ഞത്, എന്താ സംഭവിച്ചതെന്നുള്ളത് ആ ഫാമിലിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, ഇല്ലേ? അതിനകത്ത് പുറത്ത് പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എനിക്കത് ഹൈഡ് ചെയ്ത് പറയാൻ പറ്റുള്ളൂ, അല്ല, സിനിമ കാണേണ്ടതാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റാത്തതായ കാരണങ്ങൾ, പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ. സിനിമ കാണുമ്പോൾ കുറച്ചും കൂടി അത് മനസ്സിലാവും. അത് ഞാനിപ്പോ പറഞ്ഞാലും ശരിയാവില്ല. പറഞ്ഞു തരുമായിരിക്കും കൊണ്ടുപോയി അത് പറഞ്ഞ പിന്നെ സിനിമ കാണണ്ടല്ലോ. അല്ല, എല്ലാ മനുഷ്യരുടെയും ലൈഫിലുണ്ടല്ലോ. നമുക്ക് ഒരാളോട് എന്തൊക്കെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലും പറയാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ കാണുക. ഒരമ്മ ശരിക്കും എപ്പോഴും മക്കളെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ത് കാര്യത്തിലും, അല്ലേ? അവരെ ഇപ്പൊ എന്നെ എല്ലാ അമ്മമാരും അവരെ കൊല്ലുകയാണെങ്കിൽ പോലും എന്റെ മോനെ ഒന്നും ചെയ്യല്ലേ എന്നേ പറയുള്ളൂ. പക്ഷെ ഇതിൽ വേറെ കാര്യങ്ങളും ഉണ്ട് താനും. അപ്പൊ അത് സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ശരി, സിനിമ ഉറപ്പായിട്ടും കാണണം. അങ്ങനെ മാത്രമല്ല കാര്യങ്ങൾ എന്നുള്ളത് അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോ ഞാനിപ്പോ അതിനെ ആയിരിച്ചല്ലേ അതുപോലെ തന്നെയാണോ ഇതെന്ന് എനിക്കറിയില്ല. അതാണ് കാര്യം. ഇപ്പൊ അവിടെ സംഭവിച്ചതുപോലെ തന്നെയാണോ സിനിമ പൂർണ്ണമായും കഥ അങ്ങനെയാണോ എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് ഞാൻ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ അമ്മയ്ക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ സാന്ദ്രയുടെ നിങ്ങൾ ഹീറോയിന്റെ കാര്യം പറയുവാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഇൻഡസ്ട്രിയിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, ഷോസ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ബ്രേക്ക് എടുത്തു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു മൂവിയിലേക്ക് നിങ്ങൾ കമ്മിറ്റഡ് ആയിരിക്കുന്നത്. ശരിക്കും എന്തായിരുന്നു നിങ്ങളുടെ ഹുക്ക് പോയിന്റ്? എന്താണ് അതിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്തത്? ഈ സാധനം നമുക്ക് ദിസ് ഐ ആം ഡൂയിങ് ഇറ്റ് എന്നൊരു തോന്നൽ വരാനായിട്ട് അതിന്റെ ഈ പ്രമേയമാണോ? ലൈക്ക് സ്റ്റോറി തന്നെയാണ്. കാരണം നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന സ്റ്റോറി ആണെന്ന് തോന്നി കേട്ടപ്പോ. കാരണം ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രഗ്സിന് എതിരെയുള്ളതും, അതായത് അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് വഴിതെറ്റി പോകുന്നതും, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇതിലേക്ക് എത്തുന്നത്. ഇപ്പൊ തന്നെ കൊലപാതകത്തിന്റെ കാര്യം പറയുകയാണെങ്കിലും അവരുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ആ കുട്ടിയാണെങ്കിലും ചെയ്തിരിക്കുന്നത് ഇത് ചെയ്താലേ വഴിയുള്ളൂ, ഇത് ചെയ്യുന്നതാണ് അതിന്റെ ഒരു വേ എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. അത് ഡ്രഗിലൂടെയാണല്ലോ പോയിരിക്കുന്നത്. അപ്പൊ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ എന്റെ ക്യാരക്ടർ ആണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ നല്ലപോലെ സ്നേഹിക്കുന്നു രണ്ടുപേരും. പക്ഷെ എന്തോ കാരണം കൊണ്ട് അതിലേക്ക് എത്തുന്നു, കൊല ചെയ്യാനാണെങ്കിലും ആ ഒരു മെന്റാലിറ്റിയിലേക്ക് പോകുന്നു. അപ്പോ എനിക്ക് ഫീൽ ചെയ്തു ഒരു മെസ്സേജ് നല്ലപോലെ ആൾക്കാരിലേക്ക് എത്തും ഈ ഫിലിം കൊണ്ട്. ഇപ്പോ വലിയ ഒരു ഫിലിം അല്ല, ചെറിയൊരു ഫിലിം ആണെങ്കിൽ കൂടി നമുക്ക് അതിനെ കൊണ്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണല്ലോ. അപ്പോ നല്ലൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്ന് തോന്നി. അതായിരുന്നു ചിന്ത. അജാസിനോട് ഞാനത് ചോദിച്ച കാര്യം തന്നെയാണ്, പക്ഷെ എനിക്ക് അതിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തായിരുന്നു ആ കാരണം ഈ പ്രോജക്റ്റിലേക്ക് ഹുക്ക് ചെയ്തത്? ഇത് കുറെ നാൾക്ക് ശേഷം ഒരു ഫിലിമിൽ ചെയ്യുമ്പോൾ ലീഡ് എന്നതിനേക്കാളും ഈ സിനിമയിൽ ഈ ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പല കാര്യങ്ങളും പറയുന്നത്. സിനിമ ഫുള്ള് പറയുന്നത് ഈ ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അപ്പം ഇതിനകത്ത് റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിലെല്ലാം കവർ ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചാലഞ്ചിങ് ആണ്. നമുക്ക് എല്ലാം ചെയ്യണം. പിന്നെ നമ്മളെ ലൈഫിൽ നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഒരു ടൈമിൽ ഏറ്റവും കേരളം മൊത്തം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു അത്. അപ്പം ആ ഒരു ആളുടെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ആ സമയത്തെ ഇമോഷൻ എന്താണ്, അതൊന്നും നമുക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കിയത്. അതായിരുന്നു എൻ്റെ ഈ സിനിമയിലേക്ക് വരാനുള്ളൊരു ഹുക്ക് പോയിന്റ് എന്നാണ് പറയാം. അപ്പോൾ മെയിനായിട്ട് ഈ സിനിമ സംസാരിക്കുന്നതിൽ
ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു അത് മാത്രമല്ല സിനിമയുടെ മെയിൻ പോയിന്റ്. ഇത് ഒരു ഫാമിലി, ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ചുറ്റിപ്പറ്റി വെക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ആ സിറ്റുവേഷനിലേക്ക് അവൻ എത്തുന്നു അല്ലെങ്കിൽ ആ ഫാമിലി എത്തുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് സിനിമയുടെ സംസാരിക്കുന്നത്. കൊലപാതകം കുറച്ചൊരു പോയിന്റേ ഉള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ഈ സിനിമയുടെ ആ ആൾ എന്തുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ ചെയ്യാൻ, വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നോ എന്നുള്ളതൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് നല്ല ഒരു രസമായിട്ട് തോന്നി ചെയ്യാൻ. നിഷ സാരംഗിന്റെ മോനായിരുന്നു. ഈ സ്വഭാവം അവിടെ സെറ്റിൽ എടുക്കാറുണ്ടോ? ഇത്രയും ഈ കമന്റടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്? ഇല്ല, ആദ്യം കുറച്ച് ദിവസം നമ്മൾ ഭയങ്കര ഫോർമലായിരുന്നു. പിന്നെ പറഞ്ഞു അജാസ് ഭയങ്കര ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് അല്ല, ഞാൻ സംസാരിക്കും, പക്ഷെ ആദ്യം കുറച്ച് സമയം എടുക്കും. ഒരാൾ ഇങ്ങോട്ട് വന്ന് പെട്ടെന്ന് കമ്പനി ആവുകയാണെങ്കിൽ തിരിച്ചു അതുപോലെ ആയിരിക്കും. അല്ലാതെ ഇപ്പൊ നമ്മളെന്ന് ഡിസ്റ്റർബ് ചെയ്യാണോ എന്നുള്ള. അപ്പൊ ആദ്യം എനിക്ക് ചേച്ചീനെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഡേ ബൈ ഡേ അത് മാറി, കുറച്ച് കംഫർട്ടബിൾ ആയി. നല്ല രസമായിരുന്നു. ചേച്ചി ഈസ് റിയലി ഗുഡ് ഇൻ ആക്ടിങ്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും പഠിക്കാൻ അങ്ങനെ ചേച്ചീനെ ഞാൻ തെറ്റിച്ചാലേ ഉള്ളൂ, ചേച്ചി ഞാൻ തെറ്റിക്കില്ല. അപ്പം എന്റെ ടെൻഷൻ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കാം മാക്സിമം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറഞ്ഞു തരും, നമ്മൾ ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു അജാസിന്റെ ജേർണി? എളുപ്പമായിരുന്നോ? ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ചേച്ചിയായിട്ട് ചെയ്തപ്പോഴാണ്. ആണോ? ഈ ഫിലിമില്. അയ്യോ, അപ്പൊ അവരത് അതല്ലേ, ഇത് അമ്മയും മോനും ഞങ്ങള് തമ്മിലുള്ള കോമ്പിനേഷൻ. വേറൊരാളും കൂടി ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക്, ഒരു കുഞ്ഞുകുട്ടിയും കൂടി ഉണ്ട്. 2 ആൺകുട്ടികളാണ്. രസമായിരുന്നു. എനിക്ക് 2 ദിവസം കുറച്ച് ടൈറ്റ് ഇങ്ങനെ മിണ്ടാതെ, പക്ഷെ നമ്മൾ ഷോർട്ടിലും ഓക്കെ ആയിരുന്നു അല്ലെ. ഷോർട്ട് സമയത്ത് ഞങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് നിന്നു. അത് കഴിയുമ്പോൾ ഞങ്ങൾ മിണ്ടണില്ല എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2 ദിവസം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയി, പിന്നെ അല്ലാതെ ഓക്കെ ആയി കൂടുതൽ. പിന്നെ എനിക്കും ഉണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം. ആദ്യം ഒന്നിങ്ങനെ ഈ പരിചയമില്ലാത്ത ആൾക്കാരോട് പെട്ടെന്ന് ഞാൻ മിണ്ടാനൊരു ഇച്ചിരി കാരണം നമ്മൾ ചെന്ന് നമുക്ക് പരിചയം ഉണ്ടാവും, ചിലപ്പോൾ അവർക്ക് നമ്മൾ പരിചയം ഉണ്ടാവണമെന്നില്ലല്ലോ, അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കയറിയുമ്പോണ്ടായി എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അവരെന്ത് വിചാരിക്കും, അവർക്കൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ രണ്ടുപേരും അങ്ങനെ ചിന്തിച്ചാണ് മിണ്ടാതിരുന്നത്. പക്ഷെ ഷോർട്ട് സമയത്ത് ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു താനും. ഷോർട്ട് സമയത്ത് ഞങ്ങൾ ഭയങ്കര പരിചയമുള്ളവരെ പോലെയായിരുന്നു. ഈ മൂവിയിലൊരു 6 സോങ്സോളം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും, കാരണം നിങ്ങൾ രണ്ടുപേരും ഡാൻസേഴ്സ് ആണ്, നിങ്ങളെ യൂസ് ചെയ്യാം അങ്ങനെ ഒരു ഏരിയയില്, അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? ഒരു സോങ് ഫുള്ള് ഡാൻസ് ആണ്. ആണോ? റൊമാൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാൻസ് ആണ്? അല്ല, അത് സിനിമ ആണെന്ന് മനസ്സിലാവായിരിക്കും. വെരി ക്യൂട്ട്. അപ്പൊ അത് തന്നെ. പിന്നെ അല്ലാതെ നമുക്ക് മോണ്ടാഷ് ആയിട്ട് കുറെ സോങ്സ് ഉണ്ട്. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള സോങ് ഉണ്ട്, ഫാമിലിയുടെ ഒപ്പം ഉള്ള ഒരു സോങ് ഉണ്ട്. അപ്പം സിനിമയിൽ പാട്ടെന്ന് ഉള്ളതിനേക്കാളും പാട്ടിലൂടെ സിനിമ പറയും. എന്നോട് വരുന്നതിന് അവിടെ നിന്ന് എന്നോട് ചോദിച്ചു, ചേച്ചി സംസാരിക്കോട്ടോ, സംസാരിക്കണേ. ഞാൻ പറഞ്ഞത് ചേച്ചി സംസാരിക്കുമോ? ഞാൻ പറഞ്ഞാ സംസാരിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചേ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും എന്നോട് ഇങ്ങനെ. ഇതിപ്പോ തന്നെ എന്നെക്കാൾ നന്നായിട്ട് സംസാരിക്കും. എന്നോട് വന്നപ്പോഴും ഇതുപോലെ ഞാൻ ഓർക്കത്തില്ല കേട്ടോ, നിങ്ങളൊക്കെ പറഞ്ഞോണം. നല്ല രസമായിട്ട് സംസാരിക്കും. അതുപോലെ തന്നെ ആക്ടിങ് ആണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പുലിമുരുകൻ കണ്ടിട്ട് ഈ കൊച്ചിന്റെ ഭയങ്കര ഫാനായിരുന്നു ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് പിള്ളേരോടൊക്കെ എന്തൊരു ക്യൂട്ട് പയ്യനാണെന്ന് പറയുമായിരുന്നു. ഇത് രസമായിട്ട് അതിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാന്ദ്ര എടുത്ത് ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു ഇതേ സെയിം ക്വസ്റ്റ്യൻ ആണ്. സാന്ദ്ര എൻജോയ് ചെയ്തോ ഇതിന്റെ എന്താ പറയാ കൊറിയോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങൾ? കാരണം നിങ്ങളുടെ സ്ട്രെങ്ത്തുകളായിരിക്കുമല്ലോ ഡാൻസും. നമ്മള് രണ്ടുപേരും കൂടെ ഡാൻസ് ആയിട്ട് ചെയ്ത 2 സോങ് ഉണ്ട്. അതില് ഒന്ന് നമ്മൾ പക്ക റിയാലിറ്റി ഷോസിലൊക്കെ ചെയ്യുമ്പോൾ അല്ല കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരും ഒത്തിരി പാടുപെട്ടു എന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഡാൻസ് കുഴപ്പമില്ല, പക്ഷെ പെയറായിട്ട് റൊമാൻറ്റിക് സീക്വൻസ് വരുന്ന ഡാൻസ് മൂവ്മെന്റ്സ് ഒക്കെ കുറച്ച് പാടായിരുന്നു ചെയ്യാൻ. അപ്പൊ പിന്നെ അവര് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നല്ലപോലെ ഗൈഡ് ചെയ്തു അവര്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ത് വിറ്ററിയാമോ, രണ്ടുപേരും ഇതുവരെ പ്രണയിച്ചിട്ടില്ലാത്ത ആൾക്കാരാ. അതായിരുന്നു പ്രശ്നം. എത്ര വയസ്സുണ്ട്? 21. I'm 25. രണ്ടുപേരും പ്രണയിച്ചിട്ടില്ല. ടൂ ബാഡാ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ എനിക്ക് ഇതൊരു എക്സ്പീരിയൻസ് പ്രേമിക്കാൻ ഇപ്പൊ കൊലപാതക എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണോ ചെയ്യണേ? പക്ഷേ കുറച്ചുകൂടെ പാടായിട്ട് തോന്നിയത്
റൊമാൻസ് അഭിനയിക്കാനാണ്. റൊമാൻസ് അഭിനയിക്കാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഓക്കെ. എനിക്ക് ആക്ഷൻ ഒന്നും കൊലപാതകമൊന്നും ഉണ്ടായിരുന്നില്ല. പാടായിരിക്കുമല്ലോ, റൊമാൻസ് പാടാണോ? അല്ല, ചെയ്ത് ശീലം ഇല്ലാത്തത് ശരിയാട്ടോ. റൊമാൻസ് ഈ കല്യാണം കഴിക്കുന്നതിന് മുന്നുള്ള റൊമാൻസ് എനിക്ക് ഇച്ചിരി പാടാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് കൂളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കൊരു പാട്ട് സീനി നല്ലൊരു റൊമാൻസ് ഉണ്ടോ? അരിസ്റ്റോ സുരേഷ് സാറിന്റെ കൂടെ നല്ലൊരു ഒരു പാട്ടുണ്ട്. അതെ, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് നല്ല വളരെ രസമായിരിക്കും കേട്ടോ. അദ്ദേഹമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമാണ്. ആണല്ലേ? ഓക്കെ, നൈസ്. എന്തായാലും ഇത് പ്രമേയം ഇത്രയും ഒരു സീരിയസ് ആയ ഒരു ഭയങ്കര ഇന്റൻസ് ആയ ഒരു പ്രമേയം ആണെങ്കിൽ പോലും അത് ഒരുക്കിയിരിക്കുന്ന രീതി ഭയങ്കര രസമായിട്ട്, അതിന് പറയുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. കാരണം എല്ലാ എലമെന്റ്സും ഇതിൻ്റെ അകത്ത് ചേർത്ത് വെച്ചിട്ട് അത് ഒരുക്കിയിട്ടുണ്ട്. അത് തന്നെ ഭയങ്കര ക്യൂരിയസ് ആക്കുന്നുണ്ട് നമ്മളെല്ലാവരെയും. റൊമാൻസ് ഇസ് ദെയർ, അതുപോലെ കോമഡി ഉണ്ടെന്ന് പറയുന്നു ഇതിൻ്റെ അകത്ത്. ചേട്ടന്റെ ക്യാരക്ടർ, അതിന് കൊടുത്തിരിക്കുന്ന ഒരു ട്വിസ്റ്റ്, അങ്ങനെ ഒരു ഗുണ്ട, എന്നാൽ അത് ഇന്റൻസ് ആയി പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാസ്റ്റ് നന്നായിട്ട് ചെയ്തിരിക്കുന്നു. സോ ഐ തിങ്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. വൺ ടൈം മലയാളികൾ ഇത് കാണാനായിട്ട് ചെല്ലുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ടീം കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക്, ഓൾ ദ വെരി ബെസ്റ്റ്. എനിക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് തിയേറ്ററിൽ പോയി കാണണമെന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ടീമിന്റെ കൂടെ ഇരുന്നപ്പോഴത്തേക്കും, ബിക്കോസ് ഇത് ഇങ്ങനെ ഒരു പ്രമേയം ആയതുകൊണ്ട് ഞാൻ ആ സമയത്ത് ആ ന്യൂസ് ഞാൻ ഫോളോ ചെയ്തിരുന്നു. അതുകൊണ്ട് എനിക്കതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. സോ ഞാൻ ഒരു വട്ടമെങ്കിലും ഞാൻ വാച്ച് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് പറയാനുണ്ടോ എന്തെങ്കിലും, പ്രേക്ഷകർക്ക് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ചേച്ചി പറയും. അതെ, അജാസ് ആദ്യമായിട്ടാണല്ലോ നായകനായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് നമ്മൾ പുലിമുരുകനിലൂടെ കുട്ടി ബാലനായിട്ട് വന്നു. ഇപ്പോൾ ഇതേ വലിയ പയ്യനായിട്ട് നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കണം. അതും നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു അല്ലേ ഒരു സംഭവമാണ്. എല്ലാവരും ഒരുപാട് വിഷമിച്ച ടെൻഷൻ അടിച്ച ഒരു സംഭവം. റിയൽ സ്റ്റോറി കുറച്ചുകൂടെയൊക്കെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടാവും സിനിമയാകുമ്പോൾ. എന്തായാലും അത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാം. Thank you very much.